നിങ്ങൾ ആരുടെ കൂടെ ഇടപഴകുന്നോ അവരുടെ സ്വഭാവം നിങ്ങളിലേക്ക് പകരും, അവരുടെ രൂപം പോലും നിങ്ങളിലേക്ക് പകരുമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഈ സ്ത്രീകൾ മുഴുവൻ ഭയങ്കര എനർജറ്റിക്കായിട്ട് ഇങ്ങനെ പിരിപിരാന്ന് ഓടി നടക്കുന്ന ഭയങ്കര എനർജിയുള്ള സ്ത്രീകളാണ്. റെയിൻഡിയേഴ്സ് വലിക്കുന്ന സ്ലഡ്ജിലാണ് സാന്റാക്ലോസ് കുട്ടികൾക്കുള്ള ക്രിസ്മസ് സമ്മാനങ്ങളുമായിട്ട് ക്രിസ്മസ് ഫാദർ വരുന്നത്. ആ റെയിൻഡിയർ ആണ് ഇവരുടെ മെയിൻ ഭക്ഷണമൊക്കെ. ഈ റെയിൻഡിയറാണ്. റെയിൻഡിയർ മീറ്റൊക്കെ അവിടുത്തെ ഒരു പ്രധാന വിഭവമാണ്. ലിക്വിഡ് ചോക്ലേറ്റ്, ചൂടാക്കിയ ചോക്ലേറ്റിൽ കോണിയൊക്കെ ഒഴിച്ചിട്ട് ബ്രാൻഡി ഒഴിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഡയബറ്റിക്കായ ആളുകളൊക്കെ ഒരു നാലെണ്ണം കഴിച്ചാൽ തട്ടിപ്പോകും ചിലപ്പോൾ. സൂര്യപ്രകാശമില്ലാത്ത മാസങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഡിപ്രസിങ് ആയിരിക്കും. ഒരിക്കലും നിങ്ങൾ സൺറൈസ് സംഭവിക്കുന്നില്ല, മാസങ്ങൾ സൺറൈസ് സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ഡിപ്രസിങ് ആണ്. ആ കാലഘട്ടത്തിന് ഇവരെങ്ങനെ മറികടക്കുന്നു എന്നുള്ളതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. എപ്പോഴെങ്കിലും സൂര്യൻ ഉദിക്കാത്ത മാസങ്ങളിൽ അവിടെ പോയി താമസിക്കണം എന്ന് എനിക്ക് തോന്നി, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ വളരെ എന്താ പറയേണ്ട, സ്വപ്നത്തിൽ മാത്രം കണ്ടിട്ടുള്ള, സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള സ്ലഡ്ജുകളിൽ, നായ്ക്കൾ വലിക്കുന്ന സ്ലഡ്ജിൽ യാത്ര ചെയ്തു. പക്ഷെ ഒരു ചെറിയ നിരാശ എന്ന് പറയുന്നത്, നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഐസിലൂടെ നായ്ക്കൾ വലിച്ചു കൊണ്ടുപോകുന്ന സ്ലഡ്ജിൽ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അവിടെ ഐസില്ല. ഞങ്ങൾ സമ്മറിലാണ് അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐസ് ഇല്ലാത്തതുകൊണ്ട്, സ്നോ ഇല്ലാത്തതുകൊണ്ട്, സ്നോയിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന ചക്രങ്ങളില്ലാത്ത സ്ലഡ്ജിന് സ്കോപ്പില്ല. പക്ഷെ ഈ സമ്മറിൽ ഐസ് ഇല്ലാത്തപ്പോൾ ടയർ വെച്ചിട്ടുള്ള ഒരു നമ്മുടെ കൈവണ്ടി പോലെയുള്ള ഒരു വണ്ടിയിൽ ഈ നായ്ക്കൾ നമ്മളെ വലിച്ചുകൊണ്ട് പോവും. അപ്പോൾ ഈ മൃഗസ്നേഹികളൊക്കെ മുഖം ചുളിച്ചേക്കാം ഈ നായ്ക്കളെ പീഡിപ്പിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അങ്ങനൊരു പീഡനത്തിൻ്റെ കാര്യമില്ല. കാരണം ഈ നായ്ക്കൾ ജനിക്കുന്നത് തന്നെ ഇത്തരം ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ ഇൻബിൽറ്റാണ് അവരുടെ വലിക്കാനുള്ള ഇത്. പിന്നെ ഓട്ടം എന്ന് പറയുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അവർ അടച്ച് കൂട്ടിയിടുന്നതും കൂട്ടിലിട്ട് വളർത്തുന്നതുമാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പോളാർ ഹസ്കീസ് അല്ലെങ്കിൽ സൈബീരിയൻ ഹസ്കീസ് എന്ന് പറയുന്ന നായ്ക്കളാണ് ഈ വണ്ടി വലിക്കുന്നത്. ലോകത്തിലേക്ക് വേണം ഏറ്റവും കരുത്തരായിട്ടുള്ള നായ്ക്കളിൽ ഒന്നാണ് ഈ സൈബീരിയൻ ഹസ്കീസ് എന്ന് പറയുന്നത്. ഞാൻ സൈബീരിയൻ ഹസ്കീനെ ആദ്യമായിട്ട് കാണുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. ദുബായിൽ ശരിക്കും ഇത്തരം നായ്ക്കൾക്ക് ജീവിക്കാനേ പറ്റില്ല. പക്ഷെ അവിടെ എൻ്റെ സുഹൃത്ത് നവീനും ഭാര്യ രമ്യ ജേക്കബും, നവീനും രമ്യയ്ക്കും ഒരു സൈബീരിയൻ ഹസ്കി നായ ഉണ്ടായിരുന്നു. ഭയങ്കര സുന്ദരനാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. കണ്ണുകളൊക്കെ ഇങ്ങനെ വെള്ളാരം കണ്ണുകളൊക്കെ ഉള്ള, നീല കലർന്ന വെള്ളാരം കണ്ണുകളുള്ള ഈ സൈബീരിയൻ ഹസ്കി. അവരുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കണ്ടാൽ പേടിക്കും. ഒരു സിംഹത്തിൻ്റെ അത്ര വലുപ്പമുണ്ട്, ഒരു സിംഹത്തെ പോലെ ഇരിക്കും. അതിൻ്റെ ഭംഗിയൊന്നും ഞാൻ ഇവിടെ കണ്ട ഹസ്കികൾക്കില്ല. കാരണം ഇവർ കുറേ കൂടിയും പ്രകൃതിയുടെ ടഫായിട്ടുള്ള, ഡയറക്റ്റായിട്ട് ജീവിക്കുന്ന നായ്ക്കളാണ്. പക്ഷെ നവീൻ്റെ വീട്ടിൽ അതിന് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള കൂടുണ്ട്. പിന്നെ നടക്കാൻ ഉള്ള ആ വഴി മുഴുവൻ ഒരു എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ടണലുണ്ട്. അത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. പിന്നെ വീടിൻ്റെ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് AC ഉള്ള വീടിൻ്റെ അകത്ത് അങ്ങനെ ജീവിക്കുന്നതാണ്. ദിവസം 1 കിലോ ചിക്കൻ കഴിക്കും ആണ് അതിൻ്റെ ഭക്ഷണം. ഒരു മനുഷ്യക്കുട്ടീനെ നോക്കുന്നതിനേക്കാൾ ചിലവുണ്ട് ഈ സൈബീരിയൻ ഹസ്കിയെ വളർത്താൻ. ഭയങ്കര ഭംഗിയാണ്, പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കൊരു നായയോട് പ്രേമം തോന്നുക എന്ന് പറയുന്നത് അവനോടാണ്. ശരിക്കൊരു നായകളുടെ ദേവനാണെന്ന് തോന്നും, അത്രയും ഭംഗിയാണ്. പക്ഷെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, 2 വർഷം മുമ്പ് ഈ നമ്മുടെ കോവിഡ് കാലത്ത് ഈ മൃഗങ്ങൾക്ക്, നായ്ക്കളുടെ ഇടയിൽ പടർന്നു പിടിച്ച ഒരു വൈറസ് ബാധിച്ചിട്ട് അവൻ ചത്തുപോയി. അവൻ ചത്തു. അത് നവീനും രമ്യൊക്കെ കുറേ കാലം സ്വന്തം കുഞ്ഞ് മരിച്ച ഒരു മാതാപിതാക്കളുടെ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അവർക്ക് വേറൊരു സൈബീരിയൻ ഹസ്കീനെ കിട്ടി. ആദ്യത്തവൻ്റെ അത്രയും സുന്ദരനല്ല ഇവൻ, പക്ഷെ എന്നാലും അതുപോലെയൊക്കെ തന്നെയുള്ള ഒരാളുണ്ട് അവർക്ക്. അപ്പോൾ ആ സൈബീരിയൻ ഹസ്കിയെ ഞാൻ ആദ്യം കണ്ട് സിംബ എന്നായിരുന്നു അവൻ്റെ പേര്.
സിംബയെ ഞാൻ ഈ യാത്രയിലുടനീളം ഓർത്തു. ഈ സൈബീരിയൻ ഹസ്കികളെ കാണുമ്പോൾ അവരുടെ ഒരു ദേവനാവാൻ പറ്റിയ സൗന്ദര്യം ഉണ്ടായിരുന്ന സിംബയെ ഞാൻ ഒരുപാട് ഓർത്തു. ഞങ്ങൾ ഈ കാർട്ടിൽ ഇവരുടെ നായ്ക്കൾ വലിക്കുന്ന ഈ വണ്ടിയിൽ സ്ലഡ്ജുകളിൽ നിന്നുള്ള യാത്രയ്ക്ക് ശേഷം തിരിച്ച് ഞങ്ങൾ അവരുടെ വണ്ടിയിൽ കയറ്റിയിട്ട് അവരുടെ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ക്യാമ്പിലേക്ക് പോകുന്ന വഴിയിൽ രണ്ട് വശങ്ങളിലും ഇങ്ങനെ ബാരനായിട്ട് കിടക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സ്വാൾബാർഡ് എന്ന് പറയുന്നത് ഒരു പോളാർ ഡെസേർട്ടാണ്, പോളാർ മരുഭൂമിയാണ്. ഒറ്റ മരങ്ങളില്ല. മരങ്ങൾ എന്ന് പറയുന്ന സാധനമില്ല. ഏതോ ഒരു സ്ഥലത്ത് ഒരു 3 അടി 4 അടി പൊക്കമുള്ളൊരു ചെടി കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് സ്വാൾബാർഡിലെ ഏറ്റവും വലിയ മരം എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ വരില്ല. കാരണം നമ്മളിപ്പോൾ പോയിരിക്കുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ ഇവിടുത്തെ സമ്മർ ടൈമാണ്. ഇപ്പോൾ നമ്മൾ സ്നോവും ഐസൊന്നും കാണുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ് സൺ എന്ന് പറയുന്ന ഒരു സീസണുണ്ട്. അത് ഏപ്രിൽ 20 തൊട്ടിട്ട് ഓഗസ്റ്റ് വരെയാണ്. ഏപ്രിൽ 20 തൊട്ട് ഓഗസ്റ്റ് വരെ സൂര്യൻ അസ്തമിക്കുകയില്ല. ഫുൾ ടൈം പകലാണ്. മിഡ് നൈറ്റ് സൺ എന്നാണ് ആ സീസണെ പറയുന്നത്. പിന്നെ ഒക്ടോബർ 26 തൊട്ടിട്ട് ഫെബ്രുവരി 15 വരെ അത് പോളാർ നൈറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഈ സമയത്ത് സൂര്യൻ ഉദിക്കുകയില്ല. അപ്പം അങ്ങനെ വിചിത്രമായ ക്ലൈമറ്റ്. 2 മാസങ്ങളാണ് ഇതിന്. രണ്ടിൻ്റെ ഇടയിലുള്ള 2 മാസങ്ങളുണ്ട് ഈ 2 സീസൺസിൻ്റെ ഇടയിൽ. അതാണ് മാർച്ചും സെപ്റ്റംബറുമാണ്. മാർച്ച് ആകുമ്പോഴേക്കും ഈ പകലിൻ്റെ നീളം കൂടുകയും രാത്രിയുടെ നീളം കുറയുകയും ചെയ്യും. സെപ്റ്റംബറിൽ രാത്രിയുടെ നീളം കൂടുതലും പകലിൻ്റെ നീളം കുറവുമായിട്ട് അടുത്ത സീസണിലേക്ക് കയറുന്നതിൻ്റെ ട്രാൻസിഷൻ പോയിൻറ്റ്സാണ് മാർച്ചും സെപ്റ്റംബറും. അപ്പോൾ ആ സമയത്ത് ഇവിടെ സ്നോ കുറവായിരിക്കും. ഒരു 3 ഡിഗ്രി 7 ഡിഗ്രി ഒക്കെ ആയിരിക്കും സെപ്റ്റംബറിൽ ഒക്കെ ഇവിടുത്തെ അന്തരീക്ഷ ഊഷ്മാവ്. സമ്മർ എന്ന് പറയുന്നത് ഇവിടെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് സമ്മർ ടൈം. ഈ സമ്മർ ടൈമിൽ ഈ പകലില്ലാത്ത സമയമുണ്ട്, രാത്രിയില്ലാത്ത സമയവും വരും. 3 മാസങ്ങളാണ് മെയിൻലി സമ്മർ എന്ന് പറയുന്നത്. സമ്മർ എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള സമയമൊന്നുമല്ല, പക്ഷേ സ്നോ ഇല്ലാത്തൊരു സമയമായിരിക്കും അത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് നായ്ക്കളുടെ ക്യാമ്പിലേക്ക് എത്തി. അതൊരു ഗംഭീര കാഴ്ചയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ 2 സൈഡിലും മലകൾ, നടുവിൽ ഇങ്ങനെ 2 സൈഡിലുള്ള മലനിരകളുടെ ഇടയിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു താഴ്വാരത്തിലാണ് ഈ നായ്ക്കളുടെ ക്യാമ്പ്. അതിമനോഹരമായ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. നിറയെ ഈ തേനീച്ചക്കൂട് വയ്ക്കുന്ന പോലെ ഈ തേനീച്ചകളെ കൃഷി ചെയ്യുന്ന വളർത്തുന്ന ആളുകളുടെ സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ നിരനിരയായിട്ട് കൂടുകൾ വെച്ചിട്ടുണ്ടാവും, തേനീച്ചക്കൂടുകൾ. അതുപോലെ ഈ നായ്ക്കളുടെ കൂടുകൾ ഇങ്ങനെ വെച്ചിരിക്കണം. ഒരുപാട് നായ്ക്കൾ. അപ്പം നമ്മളൊരു ടീമാണ്, മറ്റൊരു ടീം വേറെ പോയിട്ടുണ്ട്. അപ്പം അത്രയും വണ്ടികൾ വലിക്കാനുള്ള നായ്ക്കൾ വേണമല്ലോ. അപ്പോൾ ആ നായ്ക്കളെ മുഴുവൻ ഇവിടെയാണ് താമസിപ്പിക്കുന്നത്. എല്ലാ കൂടിൻ്റെയും പുറത്ത് ഈ നായകളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ആകർഷിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒരു പോസ്റ്റിൽ റെയിൻഡിയേഴ്സ് ആണ്. പണ്ട് നമ്മുടെ സാന്റാക്ലോസ് വരുന്ന സ്ലഡ്ജ് വലിക്കുന്നത് റെയിൻഡിയേഴ്സാണ്, നായ്ക്കളല്ല. റെയിൻഡിയേഴ്സ് വലിക്കുന്ന സ്ലഡ്ജിലാണ് സാന്റാക്ലോസ് കുട്ടികൾക്കുള്ള ക്രിസ്മസ് സമ്മാനങ്ങളുമായിട്ട് ക്രിസ്മസ് ഫാദർ വരുന്നത്. ആ റെയിൻഡിയർ ആണ് ഇവരുടെ മെയിൻ ഭക്ഷണമൊക്കെ. ഈ റെയിൻഡിയറാണ്. റെയിൻഡിയർ മീറ്റൊക്കെ അവിടുത്തെ ഒരു പ്രധാന വിഭവമാണ്. അത് ഒരുപാട് ഉള്ളതുകൊണ്ടായിരിക്കണം അതിനെ കൊല്ലാൻ ചിലപ്പോൾ വിരോധം ഉണ്ടാവില്ല. നമ്മൾ മാനുകളുള്ളതുപോലെ ഈ റെയിൻഡിയേഴ്സ് അവിടെ. അപ്പം ഈ റെയിൻഡിയറുകളുടെ കൊല്ലപ്പെട്ടതോ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയതോ ഒക്കെ ആയിട്ടുള്ള റെയിൻഡിയറുകളുടെ കൊമ്പുകൾ ഒരു പോസ്റ്റിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. അത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. പിന്നെ ഈ കയറുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ ക്യാബിനുകളുണ്ട്. ഇപ്പം നമ്മളെ കൊണ്ടുപോയ ജോസ്ഫൈൻ പോലെയുള്ള പെൺകുട്ടികളാണ് അധികവും, സ്ത്രീകളാണ് അവിടെ അധികവും. പിന്നെ പുരുഷന്മാരുണ്ട്. അവർ വേറെ ഏതൊരു ടീമിനെയും കൊണ്ടുപോയത്. ഞാൻ ആണുങ്ങളെ ആരും കണ്ടില്ല.
നിങ്ങൾ ആരുടെ കൂടെ ഇടപഴകുന്നോ അവരുടെ സ്വഭാവം നിങ്ങളിലേക്ക് പകരും, അവരുടെ രൂപം പോലും നിങ്ങളിലേക്ക് പകരുമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഈ സ്ത്രീകൾ മുഴുവൻ ഭയങ്കര എനർജറ്റിക്കായിട്ട് ഇങ്ങനെ പിരിപിരാന്ന് ഓടി നടക്കുന്ന ഭയങ്കര എനർജിയുള്ള സ്ത്രീകളാണ്. അപ്പം ഈ ഹസ്കികളെ പോലെ തന്നെയാണ് ഇവർ. പലരും ഡെൻമാർക്കിൽ നിന്നുള്ള ആൾക്കാരും നോർവേയിൽ നിന്നൊക്കെയുള്ള ആളുകളാണ്. ഇവർ ഈ മൃഗസ്നേഹം കൊണ്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. അതിൽ ജോസ്ഫൈൻ മൃഗസ്നേഹിയാണ്, നായ്ക്കളോട് ഭയങ്കര സ്നേഹമാണ് എന്നാണ് ഈ ജോലി തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ ജോസ്ഫൈനുണ്ട്, വേറെ അവളുടെ 2-3 കൂട്ടുകാരികളുണ്ട്. അവരവിടെ അവിടെ ഒരു ക്യാബിനുണ്ട്. ആ ക്യാബിനിൽ അവരുടെ ഓഫീസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു ക്യാബിനുണ്ട്. ആ ക്യാബിനിൽ ഞങ്ങളെ യാത്രികരെ എല്ലാവരും സ്വീകരിച്ചിരുത്തി എല്ലാവർക്കും അവർ വെൽക്കം ഡ്രിങ്കായിട്ട് തരുന്നത് ഈ കോണിയാക്കും ചോക്ലേറ്റും മിക്സ് ചെയ്തിട്ട്, ലിക്വിഡ് ചോക്ലേറ്റ്, ചൂടാക്കിയ ചോക്ലേറ്റിൽ കോണിയാക്ക് ഒഴിച്ചിട്ട് ബ്രാൻഡി ഒഴിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള അവർ രക്തം ചൂടാക്കുന്നതിന് ഉപയോഗിക്കുന്നതായിരിക്കണം ബ്രാൻഡി. അപ്പോൾ അതൊരു രസമുള്ള ഒരു ചെറിയ ഫിസ് ഉണ്ടാവും, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ്. ഡയബറ്റിക്കായ ആളുകളൊക്കെ 4 കഴിച്ചാൽ തട്ടിപ്പോകും ചിലപ്പോൾ. അപ്പോൾ ആ ഡ്രിങ്ക് നമുക്ക് തന്നു. അപ്പോൾ അവിടെ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസ്കി കുഞ്ഞുങ്ങളുണ്ട് അവിടെ, അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ ഈ സ്ത്രീകൾ ഈ ഹസ്കി കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തിട്ട് ക്യാബിനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും അവരെ എടുത്തിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്കിത് ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഒരു മാസം തൊട്ടിട്ട് ഒരു 4-5 മാസം വരെ പ്രായമുള്ള പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കും. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ട് പുറത്ത് ഈ നായ്ക്കളെ മുഴുവൻ താമസിപ്പിച്ചിട്ടുള്ള കൂടുകളിലേക്ക് പോയി. അപ്പം ആ കൂടുകൾ 100 കണക്കിന് കൂടുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ ബാൻഡിറ്റ് എന്നൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഹസ്കിക്കും ഓരോ പേരുണ്ട്. ആ ഏരിയ മുഴുവൻ ഈ നായ്ക്കളുടെ അപരിചിതരായിട്ടുള്ള ആളുകളെ കണ്ടിട്ടായിരിക്കണം. ഈ നായ്ക്കളൊക്കെ ഭയങ്കര കുരയാണ്. അത് അപരിചിതരായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ട് മാത്രമല്ല, അവരെ യാത്രയ്ക്ക് ഇപ്പോൾ ആളുകളെ കാണുമ്പോൾ, ടൂറിസ്റ്റുകളെ കാണുമ്പോൾ തങ്ങൾക്കൊരു യാത്ര പുറപ്പെടാറായി എന്നുള്ളൊരു മെസ്സേജാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവരെല്ലാവരും ഈ അഗ്രസീവായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ച് റെഡിയായിട്ട് ഇങ്ങനെ ചാടിത്തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്.
അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഞാൻ തിരിച്ച് അവിടെ നിന്ന് പോരുമ്പോൾ മുഴുവൻ ആലോചിച്ചത് ഈ പെൺകുട്ടികളെക്കുറിച്ചാണ്, ഈ സ്ത്രീകളെക്കുറിച്ചാണ്. ഇവർ വളരെ ആവേശപൂർവ്വം സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ ഇങ്ങനെ കഴിയണം. ഈ സമ്മർ ഓക്കെയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രീം വിൻ്റർ, രാത്രിയാവാത്ത പകലുകൾ, പകൽ വരാത്ത രാത്രികൾ ഒക്കെ അവരവിടെ ഈ നായ്ക്കളെയും പോറ്റി പരിപാലിച്ച് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാത്ത് ഇരുന്ന് ഈ നായ്ക്കളോടൊപ്പം ജീവിക്കുക. അവരുടെ വേഷമൊക്കെ തന്നെ ഭയങ്കര സ്റ്റൈലിഷാണ്. ഈ പ്രത്യേകതരം കവറോൾ പോലത്തെ പാൻസും ടോപ്പും ചേർന്നിട്ട് അതിൻ്റെ മീതെയുള്ള ജാക്കറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഈ കൗബോയ് സിനിമകളിലൊക്കെ കാണുന്ന പുരുഷന്മാരെ പോലെ ഉള്ള സ്ത്രീകൾ. അവരുടെ ഒരു ജീവിതം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എങ്ങനെ അവർ ഈ വർഷങ്ങൾ പിടിച്ചിരിക്കുന്നു. അതായത് സൂര്യൻ അസ്തമിക്കാത്ത സമയം കുറേയൊക്കെ ഓക്കെയാണ്. നമുക്ക് ജനലും അതിലൊക്കെ കേട്ടനൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് മറയ്ക്കാം, ഇരുട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കാം. പക്ഷെ സൂര്യപ്രകാശമില്ലാത്ത മാസങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഡിപ്രസിങ് ആയിരിക്കും. ഒരിക്കലും നിങ്ങൾ സൺറൈസ് സംഭവിക്കുന്നില്ല, മാസങ്ങൾ സൺറൈസ് സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ഡിപ്രസിങ് ആണ്. ആ കാലഘട്ടത്തിന് ഇവരെങ്ങനെ മറികടക്കുന്നു എന്നുള്ളതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. എപ്പോഴെങ്കിലും സൂര്യൻ ഉദിക്കാത്ത മാസങ്ങളിൽ അവിടെ പോയി താമസിക്കണം എന്ന് എനിക്ക് തോന്നി, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് ക്യാമ്പ് ബാരൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. വൈകുന്നേരത്തെ ഡിന്നർ ക്യാമ്പ് ബാരൻസിലാണ് വെച്ചിരിക്കുന്നത്, റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാമ്പ് ബാരൻസിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ, വില്യം ബാരൻസ് എന്ന് പറയുന്ന 16ാം സെഞ്ച്വറിയിൽ ഈ സ്വാൾബാഡിൽ വരികയും എക്സ്പ്ലോർ ചെയ്ത് ഈ പോളാറിലേക്ക് വരികയും സ്വാൾബാഡിൽ എത്തുകയും ചെയ്ത വില്യം ബാരൻസിൻ്റെ ഓർമ്മയ്ക്കാണ് ആ പേര് ക്യാമ്പിന് കൊടുത്തിരിക്കുന്നത്. ആ ക്യാമ്പ് ഈ പറഞ്ഞ പോലെ ആ ക്യാമ്പിൻ്റെ അവിടെ നമ്മൾ ക്യാമ്പിൽ നിന്ന് കുറച്ച് ദൂരെ വന്നിട്ട് ഈ ബസ് നിർത്തുമ്പോൾ തന്നെ എല്ലാ യാത്രക്കാർക്കുമുള്ള ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് ക്യാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബാത്റൂമിൽ പോകാനൊക്കെ പുറത്ത് പോകണം. അങ്ങനെ പുറത്ത് പോകുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അയാളെ വിളിച്ചിട്ട് അയാളുടെ കൂടെ പോകാൻ പാടുള്ളൂ. കാരണം പോളാർ ബെയറുകൾ അറ്റാക്ക് വേണമെങ്കിൽ സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ 2500 തൊട്ട് 3000 വരെ പോളാർ ബെയറുകളുള്ള സ്ഥലം. ആകെ 2500 ആൾക്കാരെ അവിടെയുള്ളൂ. പക്ഷേ 2500-3000-ഓളം പോളാർ ബെയറുകൾ ആ റീജിയണിൽ മൊത്തം ആയിട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ റോഡ് കൂടെ ഒക്കെ നടക്കുമ്പോൾ അപ്പുറത്ത് കൂടെ ഈ പോളാർ ബെയർ നമ്മുടെ ഒപ്പം ഇങ്ങനെ കുണുങ്ങി നടക്കും എന്നൊക്കെയാണ്. പക്ഷെ ഒറ്റ പോളാർ ബെയറിനെയും നമ്മൾ കണ്ടില്ല. പോളാർ ബെയറുകൾ ഈ ഐസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങും. സമ്മറിൽ ഈ മനുഷ്യരുള്ള സ്ഥലങ്ങളിൽ ഇവരെ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് യാത്രക്കാരും ബെന്നിയും തമ്മിലൊരു ചെറിയ സംസാരമൊക്കെ ഉണ്ട്. യാത്രികർ ചോദിക്കുന്നത് എവിടെ പോളാർ ബെയറുകൾ എവിടെ എന്നാണ്. പോളാർ ബെയറുകൾ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഞാനും വിചാരിച്ചത് ഇങ്ങനെ കാണാൻ പറ്റും തന്നെയാണ്. അപ്പോൾ പോളാർ ബെയറുകൾ ചിലപ്പോൾ ഈ ആൾപ്പെരുമാറ്റമുള്ള സ്ഥലങ്ങളിലേക്ക് വരാറുണ്ട്, വളരെ അപൂർവമായിട്ട്. വന്നാൽ ഭയങ്കര ആക്രമണകാരികളാണ്, അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെക്യൂരിറ്റീനെ വിളിച്ചിട്ടേ പുറത്ത് പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത്. ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി ഈ ക്യാമ്പ് ബാരൻസിൻ്റെ ബോർഡിൻ്റെ മുമ്പിൽ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും ഒരു 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഈ മനോഹരമായിട്ടുള്ള ഈ ക്യാമ്പിലേക്ക് ഇങ്ങനെ സർക്കിളിൽ ഷെഡുകളുണ്ട്, ക്യാമ്പ് ഷെഡുകളുണ്ട്. അതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു പിരമിഡിൻ്റെ ഒക്കെ ഒരു ഷേപ്പുള്ള ഒരു ഷെഡിലാണ് ഞങ്ങൾക്കുള്ള ഡിന്നർ തയ്യാറാക്കിയിരിക്കുന്നത്. അതിലേക്ക് നടക്കുന്നിടത്ത് വുഡൻ അങ്ങനെ ഒരു വഴി വുഡൻ പേയ്മെൻ്റൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഞ്ഞുകാലത്ത് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, മണ്ണാണ് നടന്നു പോകാം. പക്ഷേ അതിൻ്റെ മീതെ ഈ പലക കൊണ്ട് ഇതിട്ടിരിക്കുന്നത് മഞ്ഞുകാലത്ത് ഇവിടെ മുഴുവൻ ഐസാവും. അപ്പോൾ അതിൻ്റെ മീതെ ഈ മരത്തിൻ്റെ ഈ നടപ്പാത ഉണ്ടെങ്കിലേ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വഴിയിലൂടെ ക്യാമ്പിന് അകത്തേക്ക് കയറി. ക്യാമ്പ് ഫുൾ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഉള്ളിൽ മുഴുവൻ ഈ പോളാർ ബെയറിൻ്റെ സ്കിന്ന് എടുത്തിട്ട് അത് ചുമരൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പറയാൻ വിട്ടുപോയ ഒരു കൗതുകം എന്ന് പറയുന്നത്, അവിടെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ഒരു ഫ്രഞ്ച്
സിറ്റിസണാണ്, ഫ്രാൻസുകാരനാണ്. നല്ല സുന്ദരനായിട്ടുള്ള ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരാൾ. ഒരു പിസ്റ്റൾ അരയിലുണ്ട്, ഒരു റൈഫിള് കയ്യിലുമുണ്ട്. അപ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ തെറ്റിദ്ധാരണ മാറുന്നത്. നമ്മൾ വിചാരിച്ചത് അവിടെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും തോക്ക് കയ്യിൽ വയ്ക്കാം, തോക്കില്ലാത്ത സഞ്ചാരികൾക്ക് ഒരു തോക്കുള്ള സെക്യൂരിറ്റിയെ കിട്ടും എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ തോക്കെന്ന് പറയുന്നത് പോളാർ ബെയറിനെ വെടിവെക്കാനുള്ള തോക്കല്ല. ഈ തോക്കെടുത്ത് ഇങ്ങനെ മുകളിലേക്ക് വെടിവെച്ച് ഈ കപ്പലൊക്കെ അപകടത്തിൽ വിടുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ ഒരു ചുവന്ന വലിയ സൗണ്ടും ചുവപ്പ് കളറിലും പച്ച കളറിലും നീല കളറിലൊക്കെ ഉള്ള എന്തോ ഒരു അമിട്ട് പോലെ ഒരു സാധനം മുകളിലേക്ക് പോകും. അത് മറ്റുള്ളവരെ അറിയിക്കാനുള്ളതാണ്. അപകട മുന്നറിയിപ്പ് കൊടുക്കാനും അപകടത്തിൽപ്പെട്ട് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ഉപയോഗിച്ചിരുന്ന ഗണ്ണുകളാണ്. അങ്ങനത്തെ ഗണ്ണാണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ പോളാർ ബെയർ വരുമ്പോൾ ഈ സാധനം വെച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ പോളാർ ബെയറിനല്ല വെടിവെക്കുന്നത്, ആ വരുന്ന ഡയറക്ഷനിലേക്ക് വെടിവെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ ശബ്ദവും ഈ നിറവും കണ്ടിട്ട് അവർ പേടിച്ച് തിരിച്ചു പോകും. അവരെ പിന്തിരിപ്പിക്കാനുള്ള തോക്കുകളാണ് ഈ തോക്കുകൾ. അപ്പം ഈ സെക്യൂരിറ്റിക്കാരൻ ഫ്രാൻസുകാരനാണ്. ഇവിടുത്തെ ഞങ്ങളുടെ ഗൈഡ്, നമുക്ക് ഇതിനകത്തെ ഗൈഡ് ഒരു ഇന്ത്യക്കാരിയാണ്, ഗുജറാത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എങ്ങനെ ഇവിടെ വന്ന് വിട്ടു എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി നോർവേയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുകയാണ്. അപ്പം അവരുടെ വിഷയം ഈ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലങ്ങളുടെ ജിയോളജിക്കൽ സ്പെഷ്യാലിറ്റീസൊക്കെയാണ് അവരുടെ റിസർച്ചിൻ്റെ വിഷയം. അപ്പം അതിന് അത്തരം റിസർച്ചിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ഒരു വിങ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് അവർ ട്രാൻസ്ഫർ മേടിച്ച് വന്നിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഈവനിങ്സിൽ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇംഗ്ലീഷിലും ഇന്ത്യക്കാർ വരികയാണെങ്കിൽ ഹിന്ദിയിലും ഒക്കെ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. അത് അവരുടെ ഒരു അഡീഷണൽ ഇൻകത്തിനുള്ള മാർഗ്ഗമാണ്, വരുമാന മാർഗ്ഗമാണ്. അവർ ശരിക്കും യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്കോളറാണ്. അങ്ങനെ അവർ തന്ന ക്ലാസ്സും അവർ അവിടെ TV-യിൽ അതിനകത്ത് പ്രദർശിപ്പിച്ച ഈ സ്ഥലത്തിൻ്റെ മഞ്ഞുള്ള സമയത്തെ വീഡിയോസും ഒക്കെ കണ്ടു. അവിടെ വളരെ വിശിഷ്ടമായ ഒരു സൂപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പി. അത് റെയിൻഡിയർ സൂപ്പാണ്. അങ്ങനെ റെയിൻഡിയർ സൂപ്പ് കഴിച്ചു. പിന്നെ എല്ലാവർക്കും ഓരോ പെഗ് ബ്രാൻഡിയും ഓരോ ബിയറും അവിടെ നിന്ന് ഈ ഡിന്നറിൻ്റെ പാർട്ടായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും അത് ആദ്യമേ തന്നെ മേടിച്ച് കഴിച്ചു. പുറത്ത് നല്ല തണുപ്പും അകത്ത് ഇവർ ഈ ഗ്യാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫയർ പ്ലേസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നേരിയ ചൂടും ഒക്കെ ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ഡിന്നർ അവിടെ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. പുറത്തിറങ്ങിയിട്ട് ഈ ബാത്റൂമിൽ പോകുമ്പോൾ സെക്യൂരിറ്റീനെ വിളിക്കണം എന്ന് പറയുമ്പോൾ പോളാർ ബെയർ പരിസരത്ത് ഉണ്ടാവുമല്ലോ എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായത്. അപ്പോൾ ആ ലേഡി ഗൈഡ് നമ്മളോട് പറഞ്ഞു, അങ്ങനെ ഇവിടെ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല പോളാർ ബെയറിന്, പക്ഷെ പണ്ട് എപ്പോഴോ ഒരു തവണ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുള്ള പ്രിക്കോഷണറി മെഷറാണ് ഈ പുറത്ത് പോകുമ്പോൾ സെക്യൂരിറ്റീനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത്. അതും ഒരു രസകരമായിട്ടുള്ളൊരു, നമ്മൾ നേരത്തെ കണ്ട ഈ കൂടുകളുടെ ഒപ്പം താമസിക്കുന്ന പെൺകുട്ടികളെക്കാൾ കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പും ഒരു ലിവിങ്ങും ഉള്ള സ്ഥലമായിരുന്നു ഈ ക്യാമ്പ് പാരൻസ്.